വളരെ മികച്ച കഥാമുഹൂർത്തങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയായ പവിത്രം. ഇതിന്റെ പ്രധാന കാരണം പരമ്പരയിലേക്ക് പുതുതായി എത്തിയ മുത്തശ്ശി കഥാപാത്രം തന്നെയാണ്. പരമ്പരയിൽ ന്യൂജൻ മുത്തശ്ശി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടിയും നർത്തകിയുമായ കലാമണ്ഡലം രാധികയാണ്. ക്ലാസിക്കൽ നർത്തകി, അഭിനേത്രി, അധ്യാപിക, ഗവേഷക, എഴുത്തുകാരി എന്നുള്ള നിലയിലൊക്കെ തന്നെയും രാധിക ശ്രദ്ധ നേടിയിട്ടുണ്ട്. മോഹിനിയാട്ടത്തിൽ കേരള സംഗീത നാടക അവാർഡ് വാങ്ങിയ പ്രവാസി മലയാളിയുടെയായിരുന്നു കലാമണ്ഡലം രാധിക എന്നറിയപ്പെടുന്ന മുത്തശ്ശി. 3-ാം വയസ്സിലാണ് നൃത്തത്തിലേക്ക് ഗുരുനാഥന്റെ അനുഗ്രഹത്താൽ ചുവട് വച്ചത്. 3-ാം വയസ്സിൽ തുടങ്ങിയ നൃത്തത്തിൽ പിന്നീട് മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നിവയൊക്കെ തന്നെയും അഭ്യസിച്ചിട്ടുണ്ട്. കലാമണ്ഡലം സത്യഭാമയുടെയും കലാമണ്ഡലം പത്മനാഭന്റെയും കീഴിൽ കലാകാരിയായി വളർന്നു. ശേഷം വിദേശത്തും നാട്ടിലുമായി 2000-ലധികം പരിപാടികളിലാണ് കലാമണ്ഡലം രാധിക പങ്കെടുത്തിട്ടുള്ളത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നൃത്തരംഗത്തേക്ക് ചുവടുവച്ച കലാമണ്ഡലം രാധിക നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. നിവേദ്യം, കഥ തുടരുന്നു, വിനോദയാത്ര, രസതന്ത്രം എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളാണ് രാധിക അഭിനയിച്ച പ്രമുഖ സിനിമകൾ. മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം. പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. വിക്രമിന്റെയും പേദയുടെയും കഥാപശ്ചാത്തലത്തിലൂടെ മുന്നോട്ടു പോകുന്ന പരമ്പരയിലേക്ക് പുതുതായി എത്തിയ ഒരു അംഗമായിരുന്നു മുത്തശ്ശി കഥാപാത്രം. മുത്തശ്ശി വന്നതിന് ശേഷം പരമ്പര റേറ്റിംഗിൽ 1-ാമതായി മുന്നേറുകയും ചെയ്തു. കഥയിൽ 60 വയസ്സുകാരിയായ മുത്തശ്ശി ന്യൂ ജനറേഷൻ പിള്ളേരുടെ സ്വഭാവമാണ് കാണിച്ചു കൂട്ടുന്നത്. വ്ളോഗിങ്ങും ചാനലും ഒക്കെയായി ജീവിതം അടിച്ചു പൊളിക്കുന്ന മുത്തശ്ശി അപ്രതീക്ഷിതമായി തന്റെ മകന്റെ വീട്ടിലേക്ക് വരികയാണ്. കൊച്ചുമകന്റെ ഭാര്യയുടെയും കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന മുത്തശ്ശി കഥാപാത്രത്തെ നിങ്ങൾക്കിഷ്ടമാണ്?